റഷ്യൻ ഫെഡറേഷന്റെ പ്രതിരോധ വ്യവസായത്തിന് മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ ആഗോള കവചിത വാഹനങ്ങളുടെ വിപണിയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി വികസ്വര രാജ്യങ്ങളിലെ സൈന്യങ്ങളുടെ വിശ്വസ്തതയും ആശ്രയത്വവും നേടിയ വിതരണക്കാരാണ് റഷ്യ. യുദ്ധരംഗത്ത് പരീക്ഷിച്ചതും പ്രാദേശിക അസംബ്ലിക്കും അറ്റകുറ്റപ്പണികൾക്കും ലൈസൻസ് നൽകുന്നതുമായ സഹകരണ കരാറുകളിലൂടെയാണ് റഷ്യ ഈ സ്ഥാനം ഉറപ്പിച്ചത്. എന്നാൽ റഷ്യൻ ആയുധ നിർമ്മാതാക്കളെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലെ രാജ്യങ്ങൾക്ക് വലിയ പ്രതിരോധപരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിന്റെ ആഴത്തിലുള്ള വിശകലനം സൂചിപ്പിക്കുന്നത് കടലാസിൽ ധാരാളം ബദലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവയൊന്നും റഷ്യൻ ടാങ്കുകളുടെ രൂപകൽപ്പനയുടെ പ്രായോഗികത, ഉൽപാദനത്തിന്റെ വ്യാപ്തി, യുദ്ധകളത്തിലെ അനുഭവത്തിന്റെ പിൻബലം എന്നിവയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഈ മേഖലയിൽ റഷ്യയുടെ മേൽക്കൈ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും നാറ്റോ, ചൈന തുടങ്ങിയ പ്രധാന എതിരാളികൾക്ക് ഈ വെല്ലുവിളി എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കവചിത വാഹനങ്ങളുടെ ലോകത്തിലെ മുൻനിര ഉൽപാദകരും കയറ്റുമതിക്കാരും ഉൾപ്പെടുന്ന 3 രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. റഷ്യയുടെ ആധിപത്യത്തിന് കാരണം അതിന്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വ്യവസായിക നയങ്ങളാണ്. ശീതയുദ്ധം അവസാനിപ്പിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പുതിയ ടാങ്കുകളുടെ ഉൽപാദനം നിർത്തിവെച്ച് നവീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ റഷ്യ അതിന്റെ മുഴുവൻ വ്യവസായിക ശൃംഖലയും നിലനിർത്തി.